Hello students, I hope everyone is ready for the examination. നമുക്ക് ഈ ജൂൺ 2025 എക്സാമിനേഷന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് നോക്കാം. സാധാരണ നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ കുറച്ച് മുന്നേ വന്ന അമെൻമെൻറ്റ്സും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് the students who are writing the examination after a small break will also be benefited. Okay. So the major amendments, രണ്ട് മേജർ സംഭവങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു കോമ്പറ്റീഷൻ ആക്ടിൽ വന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ്, ദെൻ നമ്പർ 2 സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിങ്ങിൽ വന്നിട്ടുള്ള ഒരു രണ്ട് അമെൻമെൻറ്റ്സ് അവിടെയും വന്നിട്ടുണ്ട്. സോ നമ്പർ 1 കോമ്പറ്റീഷൻ ആക്ടിൽ രണ്ട് ഭാഗങ്ങളിലാണ് ചേഞ്ചസ് ഉള്ളത്. വൺ ഇസ് റിലേറ്റഡ് ടു ദ ത്രഷോൾഡ്സ് ഓഫ് combination under section 5. Okay, then exclusive dealing agreement is now being replaced for exclusive supply agreement. Okay, so നമുക്ക് ആദ്യം threshold of combination നോക്കാം. അത് 2000 CR, more than 2000 CR, more than 6000 CR എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ 2500 CR എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 3 times ആയതുകൊണ്ട് ഇവിടെ 7500 ആവും, ഇൻറ്റു 4 ആയതുകൊണ്ട് ഇവിടെ 10,000 ആവും, ഇവിടെ മോർ ദാൻ 30,000 ആവും. Okay, then any enterprise or has assets or turnover outside India, foreign അല്ലെങ്കിൽ പുറത്തുള്ള assets or turnover ഉള്ള enterprises ആണെങ്കിൽ more than 1.25 billion ആയിട്ടുണ്ട്. Then obviously 3.75 billion in the case of turnover, more than 5 billion and minimum 1,250 crore in India. Indian component 1,250 crore 3,750 crore ആയിട്ട് അത് ചേഞ്ച് ആവാതെ നിൽക്കും. ദാറ്റ് മീൻസ് അത് 1000 1250 ആയി, 3000 3750 ആയി. ഓക്കെ, ബട്ട് രണ്ട് കേസിലും, ഇൻഡിവിജ്വൽ കേസിലും ഗ്രൂപ്പ് കേസിലും ആ ഇന്ത്യൻ കോമ്പണന്റ് വിൽ റിമെയിൻ ദ സെയിം. ബാക്കി ഭാഗങ്ങളാണ് അവിടെ മാറുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ആപ്ലിക്കബിൾ ആയിരുന്നു. കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഏത് ആൻസർ എഴുതിയാലും അത് ആൻസർ കീ സജസ്റ്റഡ് ആൻസർ വന്നത് പ്രകാരം എന്താണ് ഏത് ആൻസർ എഴുതിയാലും മാർക്ക് കിട്ടും എന്നുള്ള ഒരു ലെവലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ എക്സ്ക്ലൂസീവ് ഡീലിംഗ് എഗ്രിമെന്റ് എന്നാക്കിയിട്ടുണ്ട്. വെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്, വെർട്ടിക്കൽ എഗ്രിമെന്റിലെ ഒരു ടൈപ്പ് ആയിരുന്നു എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ്. ദ ടേം എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ് ഇസ് നൗ ചേഞ്ച് ടു എക്സ്ക്ലൂസീവ് ഡീലിംഗ് എഗ്രിമെന്റ്. പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഡെഫിനിഷൻ റിമെയിൻസ് ദ സെയിം. ദെൻ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അത് ശ്രദ്ധിക്കേണ്ടത്, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസിൽ ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ മെറ്റീരിയലിൽ ഇപ്പോഴും ഇത് തന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ദ ഡെഫിനിഷൻ ഓഫ് സ്മോൾ കമ്പനി 2 clause 85. അപ്പോൾ അതിൽ നോട്ട് എക്സീഡിങ് 50 lakh ആൻഡ് നോട്ട് എക്സീഡിങ് 2 crore തന്നെയാണ് ഡെഫിനിഷനിലുള്ളത്. പക്ഷെ കമ്പനീസ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻ റൂൾസ് 2014 അവരുടെ കറസ്പോണ്ടിങ് റൂൾസ് പ്രകാരം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 4 crore ആൻഡ് ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 40 crore ആണ് സ്മോൾ കമ്പനി. 85 ക്ലോസ് 85 പ്രകാരം 50 lakhും 2 crore തന്നെയാണ്. പക്ഷെ റൂൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് 4 crore 40 crore ആണ് പുതിയ ത്രഷോൾഡ് വരുന്നത്. ദെൻ റെസിഡന്റ് കോൺസെപ്റ്റ് ഇൻ OPC ഉണ്ടല്ലോ. അപ്പോൾ OPC നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് സോൾ മെമ്പർ അല്ലെങ്കിൽ നോമിനി ഹാസ് ടു ബി സിറ്റിസൺ ആവണം, അതേപോലെ തന്നെ നാച്ചുറൽ പേഴ്സൺ ആവണം, റെസിഡന്റ് ആവണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആവണം എന്ന് നിർബന്ധമില്ല, വെദർ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ് ആണ്. ആഫ്റ്റർ കോവിഡ് വന്ന ചേഞ്ച് ആണ്. റെസിഡന്റിന് 182 days നിൽക്കണമായിരുന്നു, മീൻസ് അങ്ങനെയാണ് റെസിഡന്റ് എന്ന് പറയാം. ഇപ്പോൾ 120 days ഉണ്ടെങ്കിലും റെസിഡന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക്. ദെൻ വിത്ത് റെസ്പെക്ട് ടു കൺവേർഷൻ ഓഫ് OPC നമുക്ക് മുന്നേ പ്രൈവറ്റ് ഓർ പബ്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നത് ഓൺലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 2 years, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ പെയ്ഡ് അപ്പ് 50 lakhന് മുകളിൽ പോവുകയോ ടേൺ ഓവർ 2 crore മുകളിൽ പോവുകയോ വേണം. ആ പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യു ക്യാൻ കൺവേർട്ട് യുവർ OPC ടു പ്രൈവറ്റ് ഓർ പബ്ലിക്. ദെൻ അമെൻമെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു യുവർ മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്. അതിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ ത്രഷോൾഡിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ചേഞ്ച് വന്നിട്ട് ഒത്തിരി കാലമായി, പക്ഷെ മെറ്റീരിയൽ ഇപ്പോഴും പഴയ ത്രഷോൾഡ് ആണുള്ളത്. ദെൻ ഒമിറ്റിംഗ് ഓഫ് റൂൾ 4, then provision related to audit committee and NRC, nomination and remuneration committee. ഇപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനകത്ത് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട സിറ്റുവേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ സെയിൽ, പർച്ചേസ്, സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഓർ അഗ്രിഗേറ്റ് ട്രാൻസാക്ഷൻ അമൗണ്ടിങ് ടു 10% ഓഫ് ടേൺ ഓവർ ആണ്. ഓക്കെ,
ദെൻ സെല്ലിംഗ് ഓർ ഡിസ്പോസിംഗ് ഓർ ബൈങ് ഓഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ 10% ഓർ മോർ ഓഫ് നെറ്റ്വർത്ത് ആണ്. ലീസിംഗ് ആണെങ്കിൽ 10% ഓർ മോർ ഓഫ് ടേൺ ഓവർ. അവൈലിംഗ് ഓർ എൻറ്ററിംഗ് ഓഫ് സർവീസ് ആണെങ്കിൽ 10% ഓർ മോർ ഓഫ് ടേൺ ഓവർ ആണ്. ഓക്കെ, ദെൻ അപ്പോയിൻമെന്റ് ഓഫ് റിലേറ്റഡ് പാർട്ടി ടു ഓഫീസ് ഓർ പ്ലേസ് ഓഫ് പ്രോഫിറ്റിലും അതേപോലെ തന്നെ അണ്ടർ റൈറ്റിംഗിലും ചേഞ്ചസ് ഇല്ല, സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ റൂൾ 4 നമ്മൾ മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് പവേഴ്സിൽ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നത് ഫിസിക്കൽ കോറം ബോർഡ് മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്കഷനും മറ്റു കാര്യങ്ങളും ഒക്കെ VC/OAVM ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ കോറം 3 ആണെങ്കിൽ ആ ഫിസിക്കലി ആ 3 പേരുണ്ടാവുകയും ബാക്കിയുള്ളവർ VC/OAVM വന്നാലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ അല്ല, ആഫ്റ്റർ കോവിഡ് നമ്മൾ ഇത് എടുത്ത് കളഞ്ഞു. ഈ പറഞ്ഞ പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. ദാറ്റ് മീൻസ് VC/OAVM നമുക്ക് എന്ത് ഐറ്റംസും ഡിസ്കസ് ചെയ്യാം. ഫിസിക്കൽ കോറത്തിന്റെ റിലവൻസ് അവിടെ ഇല്ല. ദ നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് NRC. അപ്പോൾ നമുക്കറിയാം ഓഡിറ്റ് കമ്മിറ്റി, NRC, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഒക്കെ അപ്ലിക്കബിൾ ആവുന്നത് ലിസ്റ്റഡ് കമ്പനി, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് 10 crore or above, ടേൺ ഓവർ 100 CR or above, or having aggregate outstanding loan debenture deposit in excess of 50 crore. ഇതാണല്ലോ നമ്മൾ അപ്ലിക്കബിലിറ്റി പറയുന്നത്. അപ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരിക്കൽ അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് അപ്ലിക്കബിൾ ആയിരുന്നു. ഇപ്പോൾ അമെൻമെന്റ് വന്നത് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണ്. ഇഫ് ദ പ്രൊവിഷൻസ് ആർ വൺസ് അപ്ലിക്കബിൾ, ആഫ്റ്റർ the provisions are applicable, the company, unlisted public company, fails to meet the criteria of paid up, turnover, aggregate outstanding loan debenture deposit for consecutive 3 financial years. അവർക്ക് പിന്നെ ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവില്ല ടിൽ ഇറ്റ് മീറ്റ്സ് ദ ക്രൈറ്റീരിയ അഗെയിൻ അത് കൂടുന്നത് വരെ അവർക്ക് അപ്ലിക്കബിൾ ആവില്ല എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, അത് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിൽ അപ്ലിക്കബിൾ ആണ്, ഓഡിറ്റ് കമ്മിറ്റിയിൽ അപ്ലിക്കബിൾ ആണ്, NRCയിലും അപ്ലിക്കബിൾ ആണ്. ദെൻ വിത്ത് റെസ്പെക്ട് ടു ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ്സിന്റെ കേസിൽ 20% ആക്കിയിട്ടുണ്ട് ഫ്രം 15. പ്രൈവറ്റ് ലിമിറ്റഡ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് മാക്സിമം 100% ആക്കിയിട്ടുണ്ട്. വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് is now minimum 20% of the amount maturing in the financial year to be maintained. Okay, then to be maintained on or before 30th of April. It was earlier 15%. Then private company can now accept maximum 100% of paid up free reserves and securities premium. Okay, see private company ആദ്യം നമ്മൾ 73 subsection 2 നോർമൽ കമ്പനീസിൽ തന്നെയാണ് വന്നിരുന്നത്. ഇപ്പോൾ അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് 100% പറഞ്ഞു. ദെൻ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ 2 ചേഞ്ചസ് ആണ്. ഒന്ന് 2019 വന്നിട്ടുള്ള ചേഞ്ച് ആണ്, ഒന്ന് ആഫ്റ്റർ കോവിഡ് ആണ്. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അണ്ടർ സെക്ഷൻ 7 അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ദ ഫൈനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ ഇൻ ദ ഫോം ഓഫ് യുവർ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ഡെപ്റ്റ്, സെക്യൂരിറ്റീസ് എക്സെട്ര, അപ്ലൈ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 100 ഫൈനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഓർ 10% ഓഫ് സച്ച് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ സെയിം ക്ലാസ് വിച്ച് എവർ ഇസ് ലെസ്. ഓക്കെ, ദെൻ അതേപോലെ പേഴ്സൺസ് ഹു ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു മേക്ക് CIRP, അത് സെക്ഷൻ 11 നമ്മൾ വളരെ കോമൺ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് വരാറുള്ളതാണ്. ഈ പറഞ്ഞതിൽ നമ്മൾ ഈ റെഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. കോർപ്പറേറ്റ് ഡെറ്റർ അണ്ടർഗോയിങ് CIRP ഓർ പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്, ഫൈനാൻഷ്യൽ ക്രെഡിറ്റർ, ഓപ്പറേഷണൽ ക്രെഡിറ്റർ ഓർ കോർപ്പറേറ്റ് ഡെറ്റർ അണ്ടർഗോയിങ് പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്, കോർപ്പറേറ്റ് ഡെറ്റർ ഹാവിംഗ് ബീൻ കംപ്ലീറ്റഡ് CIRP 12 months preceding date of application, corporate debtor in respect of him resolution plan has been approved 12 months preceding date of application. CD, corporate debtor or financial creditor who has violated terms of resolution plan approved 12 months before date of application. Corporate debtor in respect of whom a liquidation order has been passed. Okay, then SEBI provisions il ആദ്യത്തെ 2 നമ്മളെ പ്രൊവിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ദെൻ ICDR വരുന്നതാണ് ബാക്കി വരുന്ന പ്രൊവിഷൻസ്. സോ നമ്മളുടെ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗിൽ നമ്മൾ പേഴ്സൺസ് ഹു ആർ ഡീംഡ് ടു ബി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, ദെൻ ഹോൾഡിംഗ് കമ്പനി, അസോസിയേറ്റ് കമ്പനി, സബ്സിഡറി കമ്പനി, ദെൻ സെബി ഇന്റർമീഡിയറി അണ്ടർ സെക്ഷൻ 12 ഒക്കെ പറഞ്ഞില്ല. അപ്പോൾ അതിൽ ഇമ്മീഡിയറ്റ് റിലേറ്റീവിൽ ഇമ്മീഡിയറ്റ് എടുത്ത് കളഞ്ഞു, ഓൺലി റിലേറ്റീവ് എന്നാക്കി. ആ റിലേറ്റീവിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സ്പൗസ് ഓഫ് പേഴ്സൺ, പാരന്റ് ഓഫ് പേഴ്സൺ ഓർ സ്പൗസ്, സിബ്ലിംഗ് ഓഫ് പേഴ്സൺ ഓർ സ്പൗസ്, ചൈൽഡ് ഓഫ് പേഴ്സൺ ഓർ സ്പൗസ്. അത് കഴിഞ്ഞ് സ്പൗസ് ഓഫ് സിബ്ലിംഗ്, സ്പൗസ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന 2 പോയിന്റ് കൂടി ആഡ് ചെയ്തു. മുന്നേ പേഴ്സൺ ഹു ടേക്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻഷ്യൽ ഡിപ്പെൻഡന്റ് എന്നൊക്കെ അല്ലേ ഉണ്ടായിരുന്നു ഇമ്മീഡിയറ്റ് റിലേറ്റീവില്. അതെടുത്ത് മാറ്റിയിട്ട് റിലേറ്റീവ് എന്ന് പറയുന്ന ഡെഫിനിഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
ഓക്കെ, ബാക്കി പോയിന്റ്സ് ഒക്കെ അതേപോലെ തന്നെയാണ്. അതായത് 10 പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്, അതിൽ ബാക്കി 9 പോയിന്റ്സും അതേപോലെ തന്നെയാണ്. പ്ലസ് 2 നമ്മൾ ആഡ് ചെയ്തു. ഒന്ന്, എ ഫേം ഓർ പാർട്ട്ണർ ഓർ ഇറ്റ്സ് എംപ്ലോയി ഇൻ വിച്ച് കണക്റ്റഡ് പേഴ്സൺ ഇസ് പാർട്ട്ണർ, പേഴ്സൺ ഷെയറിംഗ് ഹൗസ് ഹോൾഡ് ഓർ റെസിഡൻസ് വിത്ത് കണക്റ്റഡ് പേഴ്സൺ. ഓക്കെ, ദെൻ ട്രേഡിംഗ് പ്ലാൻ. നമ്മൾ 4 പോയിന്റ് ആണ് ട്രേഡിംഗ് പ്ലാനിൽ എപ്പോഴും പറയാറുള്ളത്. ട്രേഡിംഗ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 6 മന്ത്സ് കഴിഞ്ഞിട്ടാണെന്നല്ലേ പറയുന്നത്. അത് 120 ഡേയ്സ് ആക്കിയിട്ട് മാറ്റി. അതേപോലെ തന്നെ ട്രേഡിംഗ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ നമ്മൾ പറയില്ലേ, 20 ട്രേഡിംഗ് ഡേയ്സ് പ്രയർ ടു ക്ലോസിംഗ് പീരീഡ്, അത് മുതൽ ഫൈനാൻഷ്യൽ റിസൾട്ട് ഡിസ്ക്ലോസ് ചെയ്ത് 2 ദിവസം വരെയും നമ്മൾ പറയില്ലേ, ആ പോയിന്റ് എടുത്തു കളഞ്ഞു, ഒമിറ്റ് ചെയ്തു. ദെൻ ട്രേഡിംഗ് പ്ലാൻ ഷാൽ ബി ഫോർ മിനിമം 12 മന്ത്സ് എടുത്തു കളഞ്ഞു. 2 ട്രേഡിംഗ് പ്ലാൻസ് കനോട്ട് ബി ഓവർലാപ്ഡ്. ഇപ്പൊ 2 പോയിന്റ് ആണ് നമുക്ക് ട്രേഡിംഗ് പ്ലാനിൽ ഉള്ളൂ. Then with respect to SEBI ICDR regulation, willful defaulter-ne willful defaulter or fraudulent borrower ആക്കിയിട്ട് മാറ്റി. Amount for general corporate purpose and unidentified purpose shall not exceed 35% ആണ്. Promoters lock-in period is reduced to 18 months. 3 കൊല്ലമായിരുന്നു. മെറ്റീരിയലിൽ അത് 3 വർഷമായിരിക്കും. Many students used to ask me the same question. 3 year ആണല്ലോ മെറ്റീരിയലിൽ, സാറ് പറഞ്ഞതിൽ 18 ആണല്ലോ, അത് അമെൻഡ് ചെയ്തിട്ടുള്ളതാണ്, പകുതിയാക്കി കുറച്ചു. ഓക്കെ, എക്സസ് ഓവർ പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ 1 year എന്ന് 6 months ആയിട്ട് കുറച്ചു. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ടു ബി അപ്പോയിന്റഡ് ആസ് മോണിറ്ററിംഗ് ഏജൻസി ഇഫ് ഇഷ്യൂ സൈറ്റ്സ് എക്സീഡ്സ് 100 CR. മെറ്റീരിയലിൽ അത് ബാങ്കോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും അമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. Then credit rating agency to be appointed as monitoring agency, they have to submit report every quarter till 100% of the receipts are utilized. അത് 95% ആയിരുന്നു. Now it is 100%. Then the last amendment is related to Information Technology Act. കഴിഞ്ഞ എക്സാമിന് ഡിസംബർ 2024 നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിത്ത് എഫക്റ്റീവ്നെസ് ഓഫ് പണിഷ്മെന്റ് പീനൽ പ്രൊവിഷൻ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ 43A 72A എന്ന് പറയുന്ന 2 സെക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ 72A ഉണ്ടായിരുന്നത് അപ് ടു 3 year ഇംപ്രിസൺമെന്റ് ഓർ 5 lakh രൂപയുടെ ഫൈൻ ഓർ ബോത്ത് ആയിരുന്നു. അത് പെനാലിറ്റി അപ് ടു ₹25 lakh മാത്രമാക്കിയിട്ട് മാറ്റി. ഇംപ്രിസൺമെന്റ് എടുത്തു കളഞ്ഞു. ദെൻ പെനാൽറ്റിയുടെ എമൗണ്ട് കുറച്ച് കൂട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജൂൺ 2025 എക്സാമിനേഷനുള്ള അമെൻമെന്റ്. ഇപ്പോൾ ജൂണിലും കുറച്ച് അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്, സെബിയിൽ പ്രത്യേകിച്ച് കുറച്ച് അമെൻമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ യുവർ ജൂൺ എക്സാമിനേഷൻ, which will be applicable only for your December 2025 examination. Okay, so I think the discussion is clear to you. Okay, so all the very best for your examination in advance. Thank you.